ഒരു കാര്യം ചെയ്യാണ്ട് ഇറങ്ങുമ്പോൾ, എന്തെങ്കിലുമൊരു ജീവിത വഴി തിരഞ്ഞെടുക്കാണ്ട് തയ്യാറെടുക്കുമ്പോൾ, ഒരു കാര്യം പഠിക്കാൻ പോകുമ്പോൾ പലപ്പോഴും നമ്മൾ പലരും കേട്ടിട്ടുള്ളൊരു ചോദ്യമുണ്ട്, എന്നെക്കൊണ്ട് ഇതൊക്കെ പോലും പറ്റുമോ? അല്ലേ? രണ്ട് രീതിയിലുണ്ട് ഈ ചോദ്യം ചോദിക്കൽ. ഒന്ന്, നമ്മുടെ അവസ്ഥ എന്താണെന്നറിഞ്ഞ്, നമ്മുടെ പരിമിതികൾ എന്താണെന്നറിഞ്ഞ് നമ്മളോട് ഒന്നുകൂടി ഒന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന, നമ്മുടെ വിജയം മാത്രം ഉദ്ദേശിക്കുന്ന ചില നല്ല മനസ്സുകളുടെ ഒരു ചോദ്യമുണ്ട്, നിങ്ങളോടൊന്ന് ആലോചിച്ചാൽ പോരെ എന്നുള്ള അർത്ഥത്തിൽ. രണ്ടാമത്തേത്, നമ്മളെ അടിച്ചിരുത്തുന്ന, നീ ഒന്നും ഗുണം പഠിക്കാൻ പോകുന്നില്ലടാ എന്ന് തന്നെ നമ്മളോട് പച്ചയ്ക്ക് പറയാൻ ആഗ്രഹിച്ച് നമ്മളെ ഒന്നും ചെയ്യാണ്ട് പ്രേരിപ്പിക്കാത്ത, അടിച്ചിരുത്താനായിട്ട് ശ്രമിക്കുന്ന ചില ചോദ്യങ്ങൾ. എന്നെ കൊണ്ടുപോലും പറ്റുമോ? ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മളാണ്. ഞാനും കേട്ടിട്ടുണ്ട് ഈ ചോദ്യം പല ആവർത്തി. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇതെല്ലാം വിജയിച്ചവൻ്റെ വാക്കുകളാണെന്ന്. ഒരിക്കലുമല്ല. ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചതുകൊണ്ട് മാത്രം പല കാര്യങ്ങളിലും പരാജയപ്പെടാതെ പോയ ഒരുത്തൻ്റെ വാക്കായിട്ട് നിങ്ങൾ എടുത്താൽ മതി. ആദ്യമായിട്ട് സെമിനാറിലേക്ക് പോയപ്പോഴും സെമിനാറിൽ കയറി വർഷങ്ങൾക്ക് ശേഷവും പലരും പല ആവർത്തി പലരോടും പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞു, ഇവനൊക്കെ അച്ഛനാവോ, ഇവനൊക്കെ അങ്ങനെ തുടരാൻ പറ്റുമോ? ഇന്ന് ഞാനത് പറയുന്നത് ഒരിക്കലും അഹങ്കാരത്തോടു കൂടിയല്ല, അഭിമാനത്തോടു കൂടിയാണ്. കാരണം പലരും സംശയത്തോടു കൂടി നോക്കിയിരുന്ന ഒരു സ്ഥാനത്ത് ഞാൻ എത്തി. എൻ്റെ മേന്മ കൊണ്ടോ എൻ്റെ കഴിവ് കൊണ്ടോ അല്ല, എനിക്ക് മുൻപുണ്ടായിരുന്ന ആരുടെയൊക്കെ പ്രാർത്ഥനകൾ കൊണ്ട്, എൻ്റെ മാതാപിതാക്കളുടെയും എൻ്റെ കൂട്ടുകാരുടെയും എന്നെ ഇന്നും സ്നേഹിക്കുന്നവരുടെ ഒത്തിരി പേരുടെ പ്രാർത്ഥനകൾ കൊണ്ട് മാത്രം, അവർ അഭിമാനം കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ഒരു വീഡിയോ ഞാൻ ഇടാൻ കാരണവും. അതാണ് നമ്മൾ കൊടുക്കേണ്ട സാക്ഷ്യം. അതാണ് നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം നമ്മൾ തന്നെയാണ് ജീവിക്കേണ്ടത്. മറ്റാരും ഒരുപക്ഷെ നമ്മുടെ കൂടെ ഉണ്ടായെന്ന് വരില്ല, പക്ഷേ നമ്മൾ മുന്നോട്ട് പോയേ പറ്റൂ. ജീവിതത്തെ തകർക്കാനും തളർത്താനും ആളുകളുണ്ടാവും. ജീവിതം പക്ഷെ നമ്മുടേതാണ്. ജീവിക്കേണ്ടത് നമ്മൾ. തളർത്തിയവരുടെ മുന്നിൽ നെഞ്ചും വിരിച്ച് അഭിമാനത്തോടെ അങ്ങോട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അതാണ് മധുര മനോഹരമായ ജീവിതം. ഒരു പുതുപുലരി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് ഒട്ടേറെ മധുരവും കയ്പും നുകരാനാണ്. ഇന്നത്തെ ജീവിതത്തിൽ സന്തോഷം മാത്രമേ കിട്ടൂ എന്ന് നിങ്ങൾ കരുതരുത്. ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ദുഃഖവും തിരിച്ചടികളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അവസാനം പുഞ്ചിരിക്കേണ്ടത് നിങ്ങളായിരിക്കും. കയ്പും മധുരവും വന്നാൽ ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ജീവിതം നമുക്കേ ജീവിക്കാൻ പറ്റും.